സോ വെൽക്കം ബാക്ക് ടു എസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെഡിസിനോ ആണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മെഡിസിനോ ആണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഡെഫിനിഷൻ വെരി സിമ്പിൾ. സ്പേസ് ബിറ്റ്വീൻ ടു ലെങ്സ്. ഓക്കെ, സോ അടുത്ത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, classification superior and inferior. Okay, so definition space between two lines, then classification നമ്മൾ നോക്കുമ്പോഴത്തേക്ക് superior and inferior. Okay, so അടുത്ത് നമ്മൾ നോക്കുന്നത് inferior വരുമ്പോഴത്തേക്ക് 3 പാർട്ടുണ്ട്. anterior, then middle and posterior. സോ ആൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഫ്രണ്ട്, മിഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം, പിന്നെ ഉള്ളത് പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ പുറകിൽ. ഓക്കെ, സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇവിടെ ഒരു ലൈൻ കണ്ടു. ഇതാണ് നമ്മുടെ സ്റ്റെർണൽ ആംഗിൾ ഓഫ് ലൂയിസ്. ഇത് ജസ്റ്റ് ഒരു ഇമേജിനറി ലൈനാണ്. സോ ഇത് സ്റ്റെർണം, അതായത് നമ്മുടെ സ്റ്റെർണം, ഇത് നമ്മുടെ സ്റ്റെർണോ ആണ്. ദിസ് ഈസ് അവർ മാനിബ്രിയം, ബോഡി ആൻഡ് സിഫോയിഡോസിസ്. ഓക്കെ, സോ ഇതിൽ സെക്കൻഡ് റിബ്സ് ഇല്ലേ, സെക്കൻഡ് റിബിൻ്റെ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇത് നേരെ ചെന്ന് അറ്റാച്ച് ചെയ്യുന്ന നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദി നമ്മുടെ തൊറാസിക് ഫ്ലോറിലാണ്. ഓക്കെ, സോ അതിനെയാണ് സ്റ്റെർണൽ ആംഗിൾ ഓഫ് ലൂയിസ് എന്ന് പറയുന്നത്. സോ സ്റ്റെർണൽ ആംഗിൾ ഓഫ് ലൂയിസ്. സോ ഇത് നമ്മുടെ സെക്കൻഡ് റിബിൽ നിന്ന് നേരെ ചെന്ന് T4 ജസ്റ്റ് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് അത് ഡിവൈഡ് ആകുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ സുപ്പീരിയർ മെഡിസിനം, ഇത് നമ്മുടെ ഇൻഫീരിയർ മെഡിസിനം. ഓക്കെ, സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് അത് സെക്കൻഡ് റിബിൽ നിന്ന് നമ്മുടെ T4 ഡയറക്റ്റ് ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഡിവൈഡഡായി 2 പാർട്ടാവും. അതിൻ്റെ മുകളിൽ സുപ്പീരിയർ മെഡിസിനും അതിന് താഴെ നമ്മുടെ ഇൻഫീരിയർ മെഡിസിനും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടൻ്റാണ്. സോ കണ്ടൻസ് ഓഫ് മെഡിസിനം. സോ നമ്മുടെ ഫസ്റ്റ് ബിഹൈൻഡ് ദ സ്റ്റെർണം നമുക്ക് തൈമസ് ഗ്ലാൻഡ്, പിന്നെ ഉള്ള എന്താ നമ്മുടെ സുപ്പീരിയർ വീന കവ. അതെന്താ സുപ്പീരിയർ വീന കവ നമ്മുടെ അപ്പർ ബോഡി ഓഫ് നമ്മുടെ കളക്ട് ചെയ്യുന്ന ഓൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് നമ്മുടെ സുപ്പീരിയർ വീന കവയാണ്, നമ്മുടെ അപ്പർ ബോഡിയിൽ. ഓക്കെ, പിന്നെ ഉള്ളതാണ് നമ്മുടെ ആർച്ച് ഓഫ് അയോട്ട. ഓക്കെ, തൈമസ് ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞു, പിന്നെ സുപ്പീരിയർ വീന കവ പറഞ്ഞു, ദെൻ ആർച്ച് ഓഫ് അയോട്ട, പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രെനിക് നെർവ്. സോ ഫ്രെനിക് നെർവ്, പിന്നെ നമ്മുടെ എന്താ വാഗസ് നെർവ്, അടുത്തത് നമ്മുടെ ഏതാ ഈസോഫാഗസ്. സോ വാഗസ് നെർവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലോങ്ങസ്റ്റ് ക്രേനിയൽ നെർവാണ്. ഓക്കെ, ഇത് നേരെ ചെന്ന് അറ്റാച്ച് ചെയ്യുന്ന നമ്മുടെ അബ്ഡോമനിലാണ്. ഓക്കെ, ദെൻ നമ്മുടെ 6th വൺ എന്താ നമ്മുടെ തൊറാസിക്, 7th വൺ നമ്മുടെ ട്രാക്കിയ. ഓക്കെ, സോ നമ്മുടെ കണ്ടന്റ് ഓഫ് മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാ, തൈമസ് ഗ്ലാൻഡ് ഉണ്ട്, സുപ്പീരിയർ വീന കവ ഉണ്ട്, ഹൂ കളക്ട് അപ്പർ ഹാഫ് ഓഫ് ദി ബോഡി മീൻസ് സുപ്പീരിയർ വീന കവ, നമ്മുടെ അപ്പർ ബോഡിയിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സുപ്പീരിയർ വീന കവയാണ്. പിന്നെ ഫ്രെനിക് നെർവ്, വാഗസ് നെർവ് ഈസ് എ ലോങ്സ്റ്റ് ക്രേനിയൽ നെർവ് എൻഡ് ഇൻ ടു ദി അബ്ഡോമൻ. ഓക്കെ,
പിന്നെ ഉള്ളത് നമ്മുടെ ഈസോഫാഗസ്, ട്രക്കിയ, ദെൻ thoracic. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്പീരിയർ മീഡിയസ്റ്റീന. സുപ്പീരിയർ മീഡിയസ്റ്റീന. ഓക്കെ, സെയിം ആണ്. കണ്ടന്റ് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മുടെ ഏതാ, നമ്മുടെ തൈമസ് ഗ്ലാൻഡ്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ സുപ്പീരിയർ വീന കാവ. ഓക്കെ, അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആർച്ച് ഓഫ് അയോർട്ട. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ നെർവ്. സോ ആർച്ച് ഓഫ് അയോർട്ടയിൽ തന്നെ 3 ഡിഫറെന്റ് ആർട്ടറീസ് ഉണ്ട്. ലൈക്ക് ആർച്ച് ഓഫ് അയോർട്ടയിൽ തന്നെ നമ്മുടെ റൈറ്റ് ബ്രാക്കിയോസെഫാലിക് ട്രങ്ക് വരുന്നുണ്ട്, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, ദെൻ നമ്മുടെ ബ്രാഞ്ചസ് ആണ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ഉണ്ട്. സോ ആർച്ച് ഓഫ് അയോർട്ടയിൽ തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്. റൈറ്റ് ബ്രാക്കിയോസെഫാലിക് ട്രങ്ക് ഉണ്ട്, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, ദെൻ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ഉണ്ട്. ഓക്കെ, പിന്നെ ഫ്രെനിക് നെർവ്, പിന്നെ നമ്മൾ പറഞ്ഞ ലോവസ്റ്റ് ക്രേനിയൽ നെർവ്, പിന്നെ ഉള്ളതാണ് നമ്മുടെ ലെഫ്റ്റ് റിക്കറന്റ് ലാരഞ്ചൽ നെർവ്. സോ നമ്മുടെ ലെഫ്റ്റ് ലാരഞ്ചൽ നെർവ് നമ്മുടെ ആർച്ച് ഓഫ് അയോർട്ടയിലോട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ റൈറ്റ് റിക്കറന്റ് ലാരഞ്ചൽ നെർവ് ടേൺസ് ഇൻ ദി സബ്ക്ലേവിയൻ ആർട്ടറി. നമ്മുടെ ലെഫ്റ്റ് റിക്കറന്റ് ലാരഞ്ചൽ നെർവ് നമ്മുടെ ആർച്ച് ഓഫ് അയോർട്ടയിലോട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത് നമ്മുടെ ലെഫ്റ്റ് വാഗസ് നെർവ്, ദെൻ ലെഫ്റ്റ് റിക്കറന്റ് ലാരഞ്ചൽ നെർവ്. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത് നെക്സ്റ്റ് നമ്മുടെ ഈസോഫാഗസ്, ദെൻ നമ്മുടെ ട്രക്കിയ, ദെൻ നമ്മുടെ thoracic tract. ഓക്കെ, സോ ലെഫ്റ്റ് ലാരഞ്ചൽ നെർവ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്, ദെൻ thoracic tract. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഫീരിയർ മീഡിയസ്റ്റീന. ഓക്കെ, 3 പാർട്ട് ഉണ്ട്. ആൻറ്റീരിയർ. സോ ഫസ്റ്റ് ആൻറ്റീരിയറിലെ അത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ, അതായത് നമ്മുടെ സ്റ്റെർണോ പെരികാർഡിയൽ ലിഗമെന്റ്. അവിടെ 2 ലിഗമെന്റേ ഉള്ളൂ. അതായത് സ്റ്റെർണത്തിനെയും നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പെരികാർഡിയത്തിന്റെ ഇടയിലുള്ള 2 ലിഗമെന്റ്. സോ സുപ്പീരിയർ സ്റ്റെർണോ പെരികാർഡിയൽ ലിഗമെന്റ്. ഓക്കെ, ദെൻ നമ്മുടെ ഏതാ മിഡിൽ. മിഡിൽ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയം, ദെൻ നമ്മുടെ പെരികാർഡിയം, ദെൻ നമ്മുടെ
അസെൻഡിങ് അയോട്ട, പിന്നെ നമ്മുടെ പൾമനറി ട്രങ്ക്, പൾമനറി വെയിൻ, ദെൻ നമ്മുടെ ഫ്രെനിക് നെർവ്. ഓക്കെ, നമ്മുടെ പൾമനറി വെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മിങ്, അതായത് ബോത്ത് നമ്മുടെ 2 ലൈൻസിൽ നിന്നും വരുന്നതാണ്, ഓപ്പണിംഗ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഇമേജ് നോക്കുമ്പോഴത്തേക്ക് അറിയാം. ഓക്കെ, സോ ദിസ് ഈസ് നമ്മുടെ പൾമനറി ആർട്ടറി, പിന്നെ പൾമനറി വെയിൻ. ഓക്കെ, സോ നമ്മുടെ ഇൻഫീരിയറിൽ മിഡിൽ മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർട്ട് വരും, പെരികാർഡ് വരും, അസെൻഡിങ് അയോട്ട, പൾമനറി ട്രങ്ക്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, അതിൻ്റെ പൾമനറി ആർട്ടറി, ദെൻ പൾമനറി വെയിൻ, ദെൻ ഫ്രെനിക് നെർവ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പോസ്റ്റീരിയർ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈസോഫാഗസ്, ദെൻ thoracic aorta, then നമ്മുടെ ലോങ്ങസ്റ്റ് cranial nerve, vagus nerve, then asagus, അസൈഗസ് വെയിനിൽ തന്നെ നമ്മുടെ സെമി അസൈഗസ് വെയിനുണ്ട്, ദെൻ ആക്സസറി സെമി അസൈഗസ് വെയിനുണ്ട്. ഓക്കെ, അസൈഗസ് വെയിനിൽ തന്നെ ഹെമി അസൈഗസ് വെയിനുണ്ട്, ആക്സസറി ഹെമി അസൈഗസ് വെയിനുണ്ട്, പിന്നെ ഉള്ളതാണ് നമ്മുടെ സിമ്പത്തറ്റിക് ട്രങ്ക്. ഓക്കെ, ദെൻ നമുക്കുള്ളതാണ് സ്പ്ലാനിക് നെർവ്. ഓക്കെ, സോ പോസ്റ്റീരിയർ വരുമ്പോഴത്തേക്ക് ഈസോഫാഗസ്, thoracic aorta, വാഗസ് നെർവ്, അസൈഗസ് വെയിന്, അത് നമ്മുടെ പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ അവിടെയുള്ള ബ്ലഡ് വെയിൻസ്, ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ് അസൈഗസ് വെയിൻസ്. ഓക്കെ, സോ അസൈഗസ് വെയിൻ, സെമി അസൈഗസ് വെയിൻ, ആക്സസറി സെമി അസൈഗസ് വെയിൻ, hemi asagus vein, accessory hemi asagus vein, then sympathetic trunk, then splenic nerve. Okay, so asagus vein, then hemi asagus vein, accessory hemi asagus vein, then sympathetic trunk, then splenic nerve. Okay, പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രെനിക് നെർവിനെ പറ്റിയാണ്. ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇതിൻ്റെ ഒറിജിൻ. C3, C4, C5 ഓൾമോസ്റ്റ് എല്ലായിടവും നമ്മുടെ ഫ്രെനിക് നെർവ് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫ്രെനിക് നെർവിന് ഓൾമോസ്റ്റ് നമ്മുടെ മിഡിൽ, നമ്മുടെ ഏതാണ്ട് ഡയഫ്രം വരെ അതിൻ്റെ കണക്ഷനുണ്ട്. മീൻസ് ഇത് തുടങ്ങുന്നത് നമ്മുടെ ആൻറ്റീരിയറിൽ തന്നെ, നമ്മുടെ നെക്കിൽ തന്നെ സ്ക്ലെനീനിയസ് ആൻറ്റീരിയർ മസിലുണ്ട്. അത് നേരെ ത്രൂ നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ കൂടെ, ബോത്ത് 2 സൈഡിലുണ്ട്, 2 സൈഡിൽ കൂടെ നേരെ ചെന്ന് നമ്മുടെ അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ എൻ്റർ ഇൻറ്റു നമ്മുടെ സുപ്പീരിയർ ആൻഡ് മിഡിൽ മെഡിസിൻ. അതായത് നമ്മുടെ സുപ്പീരിയറിനും കണക്ഷനുണ്ട്, മിഡിലിനും കണക്ഷനുണ്ട്, അതുപോലെ തന്നെ നേരെ ചെന്ന് എൻഡ് ചെയ്യുന്നത് എവിടെ? നമ്മുടെ ഡയഫ്രത്തിൽ. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആൻറ്റീരിയർ പാസിങ് ത്രൂ ദ ആൻറ്റീരിയർ, നമ്മുടെ സ്ക്ലെനേനിയസ് മസിൽ ആൻറ്റീരിയർ മസിലിൽ, അത് നമ്മുടെ ബോത്ത് നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ കൂടെ നേരെ പാസ് ത്രൂ ദി നമ്മുടെ എവിടെയാ സുപ്പീരിയർ മെഡിസിനം, ദെൻ നമ്മുടെ മിഡിൽ മെഡിസിനം, നമ്മുടെ എൻഡ് ചെയ്യുന്നത് എവിടെ? നമ്മുടെ ഡയഫ്രത്തിലാണ്. സോ
enter into the superior and middle mediastinum. Okay, end by the muscle of diaphragm. Okay, so it's very simple. നമ്മുടെ ഫ്രെനിക് നെർവ് ഒറിജിൻ ചെയ്യുന്ന C3 C4 C5 എൻ്റർ ഇൻ ടു ദി നമ്മുടെ സുപ്പീരിയർ ആൻഡ് മിഡിൽ മെഡിസിനം എൻഡ് ബൈ മസിൽസ് ഓഫ് ഡയഫ്രം. ഓക്കെ, നമ്മുടെ ബോത്ത് ആൻറ്റീരിയർ പാർട്ടിൽ സ്ക്വനേഴ്സ് ആൻറ്റീരിയർ മസിൽസിൻ്റെ ഫ്രണ്ടിൽ കൂടെ നേരെ ഡിസെൻഡിങ് ടു ദ നെക്ക് നേരെ ചെന്ന്, അതായത് റൈറ്റും ലെഫ്റ്റും ഫ്രെനിക് നെർവ് നേരെ ചെന്ന് ആൻറ്റീരിയർ നമ്മുടെ സൈഡ് നെക്കിൻ്റെ സൈഡിലുള്ള രണ്ടും മസിലുണ്ട്, സ്ക്വനേനിയസ് മസിൽ, അത് നേരെ ചെന്ന് നമ്മുടെ സുപ്പീരിയർ ആൻഡ് മിഡിൽ മെഡിസ്റ്റീനത്തിൽ കൂടെ നേരെ ചെന്ന് അറ്റാച്ച് മീൻസ് എൻഡ് ചെയ്ത നമ്മുടെ ഡയഫ്രത്തിലാണ്. സോ ഇതാണ് നമ്മുടെ മെഡിസ്റ്റീനം. താങ്ക് യു. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ജസ്റ്റ് ഈ ഇമേജ് കൂടെ, അതായത് സജേറ്റ് സെക്ഷൻ ഓഫ് മെഡിസ്റ്റീനത്തിൻ്റെ ഇമേജ് കൂടെ വച്ച് തന്നെ വീഡിയോ നോക്കുക. ഇത് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ.